എത്ര വില തരണം? ഒരു വില പറഞ്ഞ് ഞാൻ കൊടുത്തു. ഒട്ടകത്തിൽ റസൂലുണ്ട് വാങ്ങിയിട്ട് പ്രസവം വാങ്ങി പോയിക്കോ. ഓനും ഞാനൊന്നും കാട്ടൂല, ഒട്ടകത്തെ കിട്ടും. സഹാബത്തിന് വലിയ അതിശയായി, എന്താ നബി ആ ഒട്ടകം തങ്ങളോട് പറഞ്ഞു ചോദിക്കുന്നത്? അതൊന്നുമല്ല, ഞാൻ ഇതുവരെ ആ മുതലാളിൻ്റെ പണിയെടുത്തു, വെള്ളം തകണ പണികളൊക്കെ ഞാൻ എടുത്തു. ഒടുവിൽ എനിക്ക് വയസ്സായപ്പോൾ ഇനി എന്നെ കൊണ്ട് വെള്ളം തകൂലാന്ന് കണ്ടപ്പോൾ എന്നെ പിടിച്ച് അറക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ താങ്കളെടുത്ത് ഓടി വന്നതാണ് കേട്ടോ. ഇത് വെറുതെ പറയല്ല, ഇങ്ങനത്തെ എത്ര എത്ര സംഭവങ്ങളുണ്ട്. ആ റസൂലിനോടല്ലാതെ ആരോടെ പോയി പറയാ? വേറെ പറയാൻ പറ്റുന്ന ആൾ ഒരു മഖ്ലൂഖനുമില്ല. എല്ലാ മഖ്ലൂഖനും ആവശ്യം തങ്ങളാണ്. മൃഗങ്ങൾ വരെ പിന്നെ ബുദ്ധിയുള്ള നമ്മളെ പോലത്തെ കുറെ നായ്ക്കൾക്ക് റസൂലിനെ മദീനത്തുള്ളതെന്ന് പറഞ്ഞാൽ അവർ മനുഷ്യന്മാരുമല്ല മൃഗങ്ങളുമല്ല. അയാളും നാദാ തീർച്ചയായും നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅ ദീൻ അതേ ഉള്ളൂ, അല്ലാത്ത ദീനല്ലടോ. സുന്നത്ത് റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടി സഹാബത്താകുന്ന ജമാഅത്ത്. കാരണം റളിയല്ലാഹു തആല അൻഹും വറളു അൻഹു, അല്ലാഹു ഖുർആനിൽ പ്രത്യേകം ചെയ്തവരാണ്. അല്ലാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൊട്ട് തൃപ്തിപ്പെട്ടു. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ചെറിയ പൊരുത്തം ഏറ്റവും വലുതാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ. ആ സഹാബത്ത് അങ്ങോളം കൊണ്ടുവന്നതല്ലാതെ വേറെ ഇവിടെ പിന്നെ ടെർമാക്കിലൊക്കെ പറഞ്ഞ് നമ്മളെ തൊള്ള വിളക്കാക്കുന്നേ ഉള്ളൂ കേട്ടോ. ടെൻമാർക്ക് വന്നതിന് കൂട്ടിലൊക്കെ പറഞ്ഞ് ഇപ്പൊ പറയേണ്ട കാര്യമല്ല. സാധനങ്ങൾ അവര് എന്തെല്ലാം ദുന്യാവിലുണ്ടാകും. അതുകൊണ്ട് റസൂലിനോ വല്ലതും പറ്റൂ? ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിയോ ഒരു ജൂതനോ അത് പറയാൻ ഉറച്ചില്ല. പറയാൻ അവർക്ക് ധൈര്യം കൊടുത്തത് ആരാന്നറിയോ? സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതാണ് ശരിയായത്. ആ ദീനിൽ അടിയുറച്ചു നിന്നുകൊള്ളണം. നമ്മളങ്ങനെ നിൽക്ക, അപ്പോൾ യാതൊരു തകരാറും ഞങ്ങൾക്ക് വരില്ല. അഥവാ വന്നാൽ ക്ഷമിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് 13 കൊല്ലം മക്കത്ത് റസൂൽ എങ്ങനെ വാർത്തു നമുക്കറിഞ്ഞൂടെ. എത്ര വലിയ കഠിന ശത്രുക്കളാണ് അവർ. ഇദാ കാന ഹാദാ കാഫിറുൻ ജാദമുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. തങ്ങളെ മുത്താപ്പല്ലേ അബൂലഹബ്, അവന്റെ ഹാലെന്താ അറിയോ? അവന്റെ ഹാലെന്താണ്? മുഖല്ലദും പിന്നാളെന്ന് ഖുർആനിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടവനല്ലേ. കാലകാലം നരകത്ത് കിടക്കും. അങ്ങനത്തെ കാഫിറായ അബൂലഹബിന്റെ നിലവാരെന്ത്? അത്താഅന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ഫിൽ ലിസ്റൂഹി ബിഅഹ്മദാ. വന്നിരിക്കുന്ന ഹദീസിലുണ്ട് എല്ലാ തിങ്കളാഴ്ചയും. ആ മാസം റബീഉൽ അവ്വൽ തിങ്കളാഴ്ചല്ല, ലോകത്ത് വരുന്ന ഖിയാമം 1-ാം തീയതി വരെ വരുന്ന നാളുകളിലല്ലേ എല്ലാ തിങ്കളാഴ്ചകളും ആ നരകത്തിൽ കിടക്കുന്ന അബൂലഹബിന് അദാബിനെ തഖ്ഫീഫ് ചെയ്യപ്പെടും. അന്ന് എളുവാണ്. എന്തുകൊണ്ട്? ലിസ്റൂരി ബിഅഹ്മദാ, നബിയെ കൊണ്ട് സന്തോഷിച്ച കാരണത്താൽ. അതുകൊണ്ട് ആ റസൂലിന്റെ ഹക്കുണ്ട്. നമ്മളെ എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മൾക്കൊരൊറ്റ സംഗതി, ദീന് എന്ന് പറയുന്ന സാധനം അതെന്താന്ന് ആദ്യം മനസ്സിലാക്കണം. അദ്ദീനു വന്നസിഹ. ദീൻ എന്ന് പറഞ്ഞാൽ നസിഹത്താകുന്നു. എല്ലാവർക്കും അറിയാം, എന്തോ പറഞ്ഞ ഹദീസാണ്, സഹിഹായ ഹദീസാണ്. അപ്പൊ
അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആർക്ക് നബിയെ നസിഹത്ത്? ലില്ലാഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. അള്ളാഹ്ക്ക് നസിഹത്ത്. അപ്പൊ നസിഹത്തിന്റെ അർത്ഥം നമുക്ക് പിടില്ല. നസിഹത്തിന് വെറും ഉറുതി പറയാന്നല്ലോ അർത്ഥം. ഓരോ ലഫ്ലിനും എന്താ